ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് സെറ്റായിട്ട് വരാം. രാവിലെ വെള്ളയപ്പം സ്റ്റൂ കറിയാണ്. അപ്പം വെള്ളയപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റൂ കറി ദേവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലത്തെ പരിപാടിയൊന്നുമില്ല, മോനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അവന് പാപ്പ് കൊടുക്കാം. അപ്പം അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. വലിയ ഒരുക്കൊന്നുമില്ല കേട്ടോ. വേഗം മുടി ഒന്ന് കെട്ടി ഒരു പൊട്ടും കുത്തി അമ്പലത്തിൽ പോയിട്ട് ഓടി വരാം നമുക്ക്. അപ്പം പോയിട്ട് വരാം കേട്ടോ. കണ്ണാ പാപ്പ് കഴിക്കുക, കണ്ണാ പാപ്പ് കഴിക്കുക അച്ചമ്മടീനെ. പാപ്പു അത് കഴിഞ്ഞില്ലേ? ഇതൊന്ന് കഴിക്കേ ഉരുളങ്കിഴങ്ങ്. കണ്ണിൻ്റെ മുകളിൽ അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. നമുക്ക് കുറേ പണികളുണ്ട്. അമ്പലത്തിൽ പോയി വന്നിട്ട് ആദ്യം ചെയ്തത് കണ്ണന് പാൽ തിളപ്പിക്കലാണ് കേട്ടോ. മക്കൾക്ക് രണ്ടുപേർക്കും പാൽ തിളപ്പിച്ച് വെച്ചാൽ പിന്നെ അവർ എനിക്കുമ്പോഴേക്കും ആറുമല്ലോ. കണ്ണൻ എനിറ്റുണ്ടായിരുന്നു, കാശി എനിറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കണ്ണന് ഭക്ഷണം കൊടുക്കണം. ഓൾറെഡി സമയമായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ വെള്ളയപ്പമായിരുന്നു. ഞാൻ പോകുന്നതിന് മുന്നേ വെള്ളയപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ 2 വെള്ളയപ്പം എടുത്തു. മുഴുവൻ കഴിക്കുമെന്ന് അറിയില്ല, അതൊക്കെ ഒരു മൂടനുസരിച്ചാണ്. പിന്നെ കണ്ണൻ പാൽ കുടിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മുടെ പശുമ്പാൽ വളരെ കുറവാണ് കുടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മടിയിൽ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ക്യാമറ കണ്ടിട്ട് ചിരിക്കുക ടാറ്റ തരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ ഈ ടാറ്റ തരുന്നതിനൊക്കെ ഓൺ വോയിസ് തന്നെ ആവാമെന്നായിട്ട് വിചാരിച്ചത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ട്, വെള്ളയപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിനെ വോയിസ് ഓവർ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. നല്ല സോഫ്റ്റ് വെള്ളയപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അമ്മമ്മ ഏട്ടനൊക്കെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇത് അവൻ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ മൂപ്പരാൾക്ക് എന്താ വെച്ചാൽ ഫോൺ വേണം. അതിനാണ് ഈ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ക്യാമറയിൽ നോക്കിയിരിക്കുന്നതൊക്കെ. അങ്ങനെ ഇതാ കുറച്ച് മടിയാണ് ഭക്ഷണം കഴിക്കാൻ, പൊതുവേ കുറച്ച് മടിയാണ്. പിന്നെ ഇതാ പാല് കൊടുക്കാൻ ഈ പച്ചമ്മയാണ് കേട്ടോ ബെസ്റ്റ്. പച്ചമ്മ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾ കണ്ടു നോക്കേ. ഇച്ചിരി കൂടി കണ്ട പല വേലത്തിലെടുത്താലേ അവൻ പാല് കുടിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസമായി ഞാൻ ഒരു മാഗി പാക്കറ്റ് മേടിച്ച് കൊടുന്ന് വെച്ചിട്ടാ. അപ്പോൾ കാശി പറയുന്നത് 2 ദിവസമായി പറയുന്നത് അമ്മ എനിക്ക് മാഗി ഉണ്ടാക്കിത്താന്ന്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും അത് തന്നെ വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് 37 എനിക്ക് വന്നേക്കണേ. അന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗി തിളപ്പിച്ചു, ജസ്റ്റ് വേവിച്ച് കഴിഞ്ഞ് അതിലേക്ക് പൊടിയും മുട്ട പൊടിച്ചൊഴിച്ചു. അത്രയൊക്കെ തന്നെ കേട്ടോ, സാധാരണ സിമ്പിൾ സ്റ്റൈൽ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് വിളമ്പി കൊടുത്തു കേട്ടോ, ഭക്ഷണം വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു കേട്ടോ. വെള്ളയപ്പം കുറുമക്കറി അല്ല സ്റ്റൂ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അവൾക്കും കഴിച്ചു. അവൾ ദേ ഈ ടി വിയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും 1 മണിക്കൂർ. അങ്ങനെ കണ്ണൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കൊടുന്ന് കഴിഞ്ഞിട്ട് കണ്ണനെ ഞാൻ എടുത്ത് ഉറക്കണോ എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല, അങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവൻ്റെ ഓൺ വോയിസ് ഇപ്പോൾ 1-2 വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൺ വോയിസ് കേൾക്കാൻ നല്ല രസമാണ്. ഞാനിടാം കേട്ടോ. ഞാനാ പറയൂ, ചിരിക്കോ, ഹായ് പറയൂ, ഫ്ലൈങ് കിസ് കൊടുക്കൂ. നമ്മുടെ മേത്ത് കിടക്കും ചായ്.
പിന്നെ ഞാനിത് അവനെ ഉറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ തൊട്ടിലിരുന്ന് കാണിക്കണ വിക്രസുകൾ കണ്ടില്ലേ, തൊട്ടിൽ കിടത്തി കഴിഞ്ഞാൽ ഉറക്കം വരാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ എനിറ്റിരുന്ന് ഊഞ്ഞാലിടണോടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ തൊട്ടിന് എനിക്ക് പോരും ഒക്കെ ചെയ്യും, കട്ടിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരും കേട്ടോ. പിന്നെ അവൻ ഉറങ്ങണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മറൊക്കെ അടിച്ചു വാരിയിട്ടു. അടിച്ചു വരുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ അധികം എടുത്തില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ നമ്മൾ വീടൊക്കെ അടിച്ചു വരണതൊക്കെ. അങ്ങനെ കുറച്ചൊക്കെ ഇത് അടിച്ചു വരിട്ടു കേട്ടോ. കുറച്ചല്ല, മുഴുവനായിട്ട് അടിച്ചു വാരി, ഞാൻ വീഡിയോ കുറച്ച് എടുത്തുള്ളൂ എന്ന് മാത്രം കേട്ടോ. അങ്ങനത്തെ ഉമ്മറക്കല്ലൊക്കെ അടിച്ചു വാരി. അപ്പോഴത്തേനും അവൻ വന്നു കേട്ടോ. അവൻ വന്നിട്ട് അലമ്പുണ്ടാക്കാൻ വരുന്നുണ്ട്. അവനേ വീട്ടിൽ നിൽക്കുമ്പോൾ ട്രൗസർ അങ്ങനെ ഇടിക്കലില്ല, അപ്പോൾ വീഡിയോയിൽ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളയട്ടെ ചിലപ്പോൾ. അപ്പോൾ ഇതാ അവൻ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കലാണ് ഇപ്പോൾ പുതിയ ആശാൻ്റെ വീട്ടിലെത്തരം. വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കുക, ടാറ്റ പോകാനാന്ന് പറയുക, ടാറ്റയൊക്കെ കാണിക്കും. അങ്ങനെയാണ് പരിപാടികൾ. കണ്ട വണ്ടിയുടെ മുകളിൽ നിന്നിട്ട് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ അവൻ വീണ്ടും അങ്ങോട്ട് ബാക്കിലേക്ക് തന്നെ പോയി, അടുക്കള ഭാഗത്തേക്ക് തന്നെ പോയി. എന്നിട്ട് ഞാൻ അവനെ ഉറക്കി കേട്ടോ. ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു, സക്സസ്ഫുള്ളി ഉറക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ടിൽ കിടന്ന് ഉറങ്ങണ കാണാൻ നല്ല രസമാട്ടോ. അല്ലെങ്കിൽ ഈ കുഞ്ഞുമക്കൾ കിടന്നുറങ്ങണ ഒരു ഭംഗിയല്ലേ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അലക്കാൻ തുണികളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അലക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് അലക്കാൻ തുണികളെടുത്ത് പോണ വഴിക്ക് ഞാൻ മേശയുടെ മുകളിൽ പാപ്പ് പാത്രത്തിൽ എന്തെങ്കിലും ഇരിക്കണമെന്ന് നോക്കിയപ്പോൾ മുറുക്കിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് 2 കഷ്ണം മുറുക്ക് തിന്നാം എന്ന്. നിങ്ങൾക്കുണ്ടോ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നണത്? എനിക്കുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് പറയട്ടെ, ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ വീട്ടിലെല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുകയെന്ന് ഓൾമോസ്റ്റ്. അപ്പോൾ അത് അമ്മ ഉപ്പേരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇളക്കിയിട്ട് ഞാൻ എൻ്റെ സൗന്ദര്യം ഒന്ന് നോക്കി. പക്ഷേ കണ്ണിലെ കുരു ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ അതാ തിരുമ്പിയിട്ടു. അലക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ അലക്കിയിട്ടു. അപ്പോഴത്തേനും മൂപ്പരാൾ എണീറ്റു. പൂച്ചുറക്കാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അതുപോലെ തന്നെയാണ്. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കരച്ചിലുണ്ട് കേട്ടോ. ഇന്നലെ അതുപോലെ കരഞ്ഞു. അപ്പോൾ അതാ ഉറങ്ങി എണീറ്റ് വന്ന് കിടക്കലാണ്. ഞാൻ നേരത്തെ കൊടുന്ന് വെച്ചാൽ മുറുക്കാട്ടോ ഞം കഴിക്കണത്. അപ്പോൾ അത് അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഞാൻ വായിൽ കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള 2 പൂച്ചകളാണ് കേട്ടോ. ആ ബ്ലാക്കും വൈറ്റും കൂടിയുള്ള പൂച്ച പ്രസവിച്ചിട്ട് 2-3 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഈ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചകൾ ഓടണ വഴിയറിയില്ല. ഇവന് എപ്പോഴും അവർ തന്നെ കല്ലെടുത്തെറിയലും ഒക്കെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഞാൻ അലക്കി കഴിഞ്ഞ് മുകളിൽ തോരട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി തുണികളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം എടുത്തു വെച്ചു കേട്ടോ. തുണികളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ തിരുമ്പിക്കൊണ്ടതൊക്കെ തോരയിട്ടോ. അപ്പോൾ തോരയിടുന്നതിൻ്റെ ഇടയിലാണ് ഏട്ടൻ വന്നത്. ചിലപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർക്ക് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് പോയേക്കാന്ന്. മക്കളൊന്നും കൊണ്ടുവന്നില്ല. വീട് പണി തുടങ്ങിയിട്ട് നമ്മളിതുവരെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോകണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു പോകണമെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇന്ന് തന്നെ പോയേക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. തീരുമാനം പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സും കൂടെ എടുത്ത് കൊടുന്നു, എന്നാൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം പോയി തൊഴുതിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഉച്ചവരക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ഉള്ളൂ കേട്ടെന്ന്. അങ്ങനെ ഇത് അച്ഛൻ കൊണ്ടുവന്ന മിഠായിക്ക് കാശി എനിക്ക് കൊടുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും കൊണ്ടുവരും. അങ്ങനെയാണ് അച്ഛൻ. പിള്ളേർക്ക് മാത്രമായിട്ട് പഠിക്കില്ല, കൂടെ എനിക്കും കൂടെ കൊണ്ടുവരും. അങ്ങനെ ഇതാ കണ്ണന് ചോറ് കൊടുക്കൽ മഹാമഹാണ്. ഇത്തിരി ടാസ്ക്കാണ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടി കൂടുതലാണ്. പക്ഷേ കാശി അങ്ങനെയല്ലായിരുന്നു കേട്ടോ. കാശി ചെറുപ്പത്തിൽ അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പോഴും അവൾ കഴിക്കും അവൾക്ക് ആവശ്യമുള്ളത്. അങ്ങനെ അവൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടോ. സാമ്പാറും കോവയ്ക്കുപ്പേരിയും പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ മാന്തൽ വറുത്തുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തില്ലേ, ഗുരുവായൂർ പോകണോണ്ട് പിന്നെ നോണൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഫുൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു തുടങ്ങിയത്. പക്ഷേ ഗുരുവായൂർക്ക് പോകേണ്ട കാരണം ഞാൻ ഉച്ചയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് നിർത്തി. പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ടോ. ഒരു 2:30-3 മണിയോട് കൂടിയിട്ട് നമ്മളിവിടുന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ, സീ യു. എല്ലാം ചെയ്താലാണ് നമുക്ക് വ്യൂസ് കൂടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.